മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പാലക്കാട് വാർത്താ സമ്മേളനം നടത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ സംസാരിക്കുന്നത് അവരുടെ മഹത്വമാണ് ക്യാബിനറ്റ് നോട്ടിൽ പോലും ഉള്ളത്, ക്യാബിനറ്റ് തീരുമാനത്തിൽ പോലും ഉള്ളത്. ഇവിടെ എന്നും എക്സൈസ് വകുപ്പ് CPM-ന്റെ ഒരു കറവ പശുവാണ്. പിൽക്കാല അനുഭവങ്ങൾ അതാണ് തെളിയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ബ്രൂവറികളും ഡിസ്റ്റിലറികളും തുടങ്ങാൻ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാൻ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തതാണ്. UDF ഒറ്റക്കെട്ടായി അതിനെ എതിർത്തതാണ്. അവസാനം ഗവൺമെന്റിന് ആ തീരുമാനം പിൻവലിച്ച് പുറകോട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ അതേ രീതിയിൽ തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ വീണ്ടും ഒരു മദ്യനിർമ്മാണ കമ്പനി, എല്ലാം കൂടെ ഒരുമിച്ചാണ്. കഴിഞ്ഞ തവണ പല ജില്ലകളിലായിരുന്നു, ഇത്തവണ ഒരുമിച്ചാണ്. ബിയറും വൈനും നിർമ്മിക്കാം, ഡിസ്റ്റിലറി ആരംഭിക്കാം, അതുപോലെ തന്നെ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് 6ഓളം നിർമ്മാണ പ്ലാന്റുകൾ ഒരുമിച്ച് കൊണ്ടുവരാനെടുത്ത തീരുമാനം അന്ന് പിൻവലിച്ചതിന് ശേഷം എടുത്ത ഒരു ചിന്തയാണ്. അന്ന് ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇത് വരുമായിരുന്നു. അന്ന് ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ ഗവൺമെന്റിന് അത് പിൻവലിക്കേണ്ടി വന്നു. ഈ ഇടപാടിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇത്ര വാശി എന്തിനാണ് ഗവൺമെന്റിന്? ഇവിടെ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായിട്ടുള്ള ഒയാസിസ് കമ്പനിയെ ഇവിടെ CPM എങ്ങനെയാണ് ആനയിച്ചു കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാണ് ആനയിച്ചു കൊണ്ടുവന്നത്? ഇവിടെ സ്ഥലം വാങ്ങിയത് എന്നാണ്? അപ്പോൾ ഈ കമ്പനിക്ക് നേരത്തെ അറിയാമായിരുന്നു മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് എന്ന്. മദ്യനയത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ടാണ് എലപ്പുള്ളിയിൽ ഇവർ ഭൂമി വാങ്ങിയത്. മാത്രമല്ല, ഇവർ ആദ്യ അപേക്ഷ കൊടുത്തു, അപേക്ഷ തള്ളി. എന്നിട്ടാണ് വീണ്ടും മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അപേക്ഷ വീണ്ടും കൊടുക്കുന്നത്. ഇത് ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ പോലും ഘടകകക്ഷികൾ അറിഞ്ഞിരുന്നില്ല. എല്ലാ വകുപ്പുകളുമായി ആലോചിച്ചെന്നാണ് പറയുന്നത്. വിവരാവകാശ നിയമത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വകുപ്പുമായി ആലോചിച്ചില്ല എന്നുള്ളതാണ്. അപ്പം മന്ത്രിസഭയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിക്ക് എല്ലാ അനുവാദവും ഗവൺമെന്റ് ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം നേടി, എല്ലാ വകുപ്പുകളുമായി ആലോചിച്ചെന്നുള്ള വ്യാജേന ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം നേടുകയാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തലയാണോ വാർത്താ സമ്മേളനം നടത്തുന്നത്? എക്സൈസ് വകുപ്പിനെ CPM ഒരു കറവ പശുവാക്കി മാറ്റുന്നു എന്നുള്ള ആരോപണം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.